Morning. Good morning, ma'am. Good morning, ma'am. Good morning. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. ഓക്കെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിംഗ് ഓർഗനൈസേഷൻ. മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിംഗ് ഓർഗനൈസേഷൻ. Okay. എന്തൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ കുറച്ച് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ പ്രോസസ് ആണ് പേഴ്സണൽ മാനേജ്മെന്റിൽ നടക്കുന്നത് നോക്കാം. ഇത് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇവിടെ നോക്കുന്നത്. Leadership process, justice determination process, staffing process, then performance appreciation process, training and development process, compensation and reward process, collective bargaining process. ഇതൊക്കെയാണ് മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സ് എന്തൊക്കെയാണ്, പേഴ്സണലി മാനേജ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷനിലെ. ഓക്കെ. എന്താ വരുന്നത്? ലീഡർഷിപ്പ് പ്രോസസ് involves in influencing the individual and group behavior towards the achievement of organizational goals. എന്താണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്? ലീഡർഷിപ്പ് പ്രോസസ് എന്താണ്? ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറഞ്ഞാൽ involves influencing the individual and group behavior towards the achievement of organizational goals. അല്ലെ, അവിടെ ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനില് ഒരാൾ മാത്രം വിചാരിച്ചാലായിട്ട്, ഒരു ഇൻഡിവിജ്വൽ മാത്രം വിചാരിച്ചാലായിട്ട് എന്താണ് ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അല്ലെ,
ഒരു ഗ്രൂപ്പ് ബിഹേവിയർ ഉണ്ടായിരിക്കണം അല്ലെ. ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ മാത്രമേ എന്താണ് അവിടെ ഒരു നല്ല നേതൃത്വം, ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ മാത്രം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുത്ത് എന്താണ് പേഴ്സണലി ആ പ്രോസസ് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതായത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിന് നമ്മളെ ഗ്രൂപ്പായിട്ടുള്ള ബിഹേവിയർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആ ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. അത് എല്ലാ ഓർഗനൈസേഷനിലും അങ്ങനെ തന്നെയാണ്. ഒരു ഇൻഡിവിജ്വൽ മാത്രം ഒന്നും വർക്ക് ചെയ്യാൻ മാത്രം എന്താണ് ആ ഒരു ഓർഗനൈസേഷന് യാതൊരുവിധ മെച്ചം ഉണ്ടാവില്ല അല്ലെ. അപ്പോ അതിലെ ഗ്രൂപ്പായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ, ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു നേതൃത്വം വഹിക്കുകയാണെങ്കിൽ എന്താണ് ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും അതിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. നെക്സ്റ്റ് അടുത്ത പ്രോസസ്സാണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്താണ്? നീതിന്യായ പ്രക്രിയയിൽ ഒരു ഓർഗനൈസേഷനിൽ നീതിന്യായമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക്. Task specialization process consists in division of the total task into individual jobs. എന്താണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്ന് പറയുന്നത്? ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക് അല്ലെ. അവിടെ ഈക്വൽ ആയിട്ട് വേണം എംപ്ലോയീസിനെ കാണാനായിട്ട് അല്ലെ. എല്ലാവർക്കും ഒരേപോലെ രീതിയിലുള്ള നഷ്ടപരിഹാരങ്ങൾ കോമ്പൻസേഷൻ തന്നെ ആയിരിക്കണം. ഈക്വൽ ആയിട്ട് വേണം അത് വീതിച്ചു കൊടുക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെ യാതൊരുവിധ അവരുടെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങളെ മാനിക്കുന്ന തരത്തിലായിരിക്കണം എന്താ ഓരോ എംപ്ലോയീസിനെയും ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് ഈക്വൽ ആയിട്ടുള്ള വർക്കിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ള കാര്യം. ഇനി എന്താണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാല്? ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് consists in division of the total task into individual jobs അല്ലെ. എന്താണ് ഓരോ ജീവനക്കാർക്കും, ഓരോ എംപ്ലോയീസിനും എന്താണ് ജോബ്സുകൾ ഇങ്ങനെ വിഭജിച്ചു കൊടുക്കുന്നത്, ജോലികളെ വിതരണം ചെയ്ത് കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. എന്താണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്? കൺസിസ്റ്റിംഗ് ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ് അല്ലെ. ടോട്ടൽ ടാസ്കിൽ നിന്നും എല്ലാവർക്കും എന്താണ് ഓരോ ജോലികൾ വിഭജിച്ചു കൊടുക്കുന്നത് അല്ലെ. ഓരോ ജോലികള് ഓരോ ഇൻഡിവിജ്വൽസിനായിട്ട് അത് ഇൻഡിവിജ്വൽ ജോബ്സ് ആയിട്ട് ഓരോരുത്തർക്കും വിഭജിച്ചു കൊടുക്കുന്നു. ഓരോരുത്തർക്കും ജോബ് വിഭജിച്ചു കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, then staffing process. പേഴ്സണൽ മാനേജ്മെന്റിൽ ഏതൊക്കെ രീതിയിലായിരിക്കും സ്റ്റാഫിംഗ് പ്രോസസ്സുകൾ നടക്കുന്നത്? ഇൻവോൾവ് മാൻ പവർ പ്ലാനിംഗ്, ഡെവലപ്പിംഗ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്, എംപ്ലോയ്മെന്റ് ഡിസിഷൻസ്, ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ, ട്രാൻസ്ഫേഴ്സ്, പ്രമോഷൻസ് ആൻഡ് ഡിമോഷൻസ്. എന്താണ് സ്റ്റാഫിംഗ് പ്രക്രിയ? എങ്ങനെയായിരിക്കും ഒരു ഓർഗനൈസേഷനിലെ സ്റ്റാഫിംഗ് പ്രക്രിയ? എങ്ങനെയായിരിക്കും? പറഞ്ഞുതരാം കേട്ടോ, പറഞ്ഞുതരാം. ആദ്യം കൂടി പറയും. സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഏതൊക്കെ രീതിയിലാണ് സ്റ്റാഫുകളെ നിയമിക്കുന്നത്, അവരുടെ നിയമനങ്ങൾ എങ്ങനെയാണ്, എന്തെല്ലാം പ്രക്രിയകളാണ് അവിടെ നടക്കുന്നത്. ആദ്യം തന്നെ എന്താണ് മാൻ പവർ പ്ലാനിങ് അല്ലെ. വ്യക്തമായിട്ട് പ്ലാനിങ് ഉണ്ടായിരിക്കണം, ആരെയാണ് എവിടെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ദെൻ ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, എന്താണ് ഏത് രീതിയിലാണ് എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം, തിരഞ്ഞെടുക്കണം അല്ലെ. സെലക്ഷൻ പ്രോസസ് ആണ് അവിടെ പറയുന്നത്. ആളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ആളെ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് എവിടെയാണ്? റിക്രൂട്ട്മെന്റ് സെക്ഷനിലാണ്. അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്. എന്താണ് അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാല്?
വന്നിരിക്കുന്ന അപേക്ഷകൾ ഉണ്ടായി അല്ലെ, ആ ജോലിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് ആപ്ലിക്കൻസുകൾ ഉണ്ടായിരിക്കും. അതിനൊക്കെ വിലയിരുത്തണം. ഏതൊക്കെ രീതിയിലാണ് അവരുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് വിലയിരുത്തപ്പെടുന്നു. അതിനുശേഷം എന്താണ്, എംപ്ലോയ്മെന്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന് ഒരു ഡിസിഷൻ വരുന്നു. ഇത്തരം വന്ന ആപ്ലിക്കൻസിൽ നിന്ന് എന്താണ്, ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ അവിടെ നടക്കുന്നു, തീരുമാനങ്ങൾ അല്ലെ. നമ്മളൊരു ഇന്റർവ്യൂ പ്രോസസ്സിനെ പറ്റിയാണോ പറയുന്നത് കേട്ടോ. ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് സ്റ്റാഫുകളെ നിയമിക്കുന്നത്, ഇന്ന സ്റ്റേജസിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമേ ആ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ എന്താണ്, ആദ്യം ആപ്ലിക്കൻസിനെയൊക്കെ അസസ് ചെയ്തതിന് ശേഷം എന്താണ്, എംപ്ലോയ്മെന്റിനോട് ഡിസിഷൻ തീരുമാനം എടുക്കുന്നു. പിന്നെ എന്താണ്, ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ, അവർക്ക് വേണ്ടിയുള്ള ഓറിയന്റേഷൻസ് കൊടുക്കുന്നു. അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും ട്രെയിനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതാണെങ്കിൽ ഇപ്പൊ ഒരു 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്കൊക്കെ അവർക്ക് എന്തിനാണ് ട്രെയിനിങ് കൊടുക്കും, ഒരു പരിശീലനം കൊടുക്കുന്നതിന്റെ ഇതിൽ ഏബിൾ ആണോ എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ 2 ആഴ്ചയ്ക്ക് ഒരു കൊടുക്കണം അല്ലെ. അങ്ങനെ ഓറിയന്റേഷൻ കൊടുക്കുന്നു. അതിനുശേഷം എന്താണ്, ട്രാൻസ്ഫേഴ്സ് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ട്രാൻസ്ഫർ ഉണ്ടായിരിക്കാം. ദെൻ പ്രമോഷൻ ആൻഡ് ഡിമോഷൻസ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ പ്രമോഷൻ കൊടുക്കണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡിമോഷൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ്. സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റാഫിംഗ് പ്രക്രിയ എന്ന് പറയുന്നത്, എന്താണ് എംപ്ലോയ്മെന്റ്സിന്റെ നിയമനം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടത്തപ്പെടുന്നത്. അതിനൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ദെൻ ഏതൊക്കെ രീതിയിൽ നിന്നാണ് ആളെ റിക്രൂട്ട് ചെയ്യേണ്ടത്, ആളുടെ ആപ്ലിക്കൻസുകൾ അസസ് ചെയ്യുക. ദെൻ എംപ്ലോയ്മെന്റിന് ഡിസിഷൻ ഉണ്ടായിരിക്കും. ദെൻ അതിനുശേഷം ഓറിയന്റേഷൻസ് ക്ലാസ്സുകളൊക്കെ കൊടുത്ത് ട്രെയിനിങ് ഒക്കെ കൊടുത്തതിന് ശേഷം എംപ്ലോയീസിനെ സ്വീകരിക്കുന്നു. ദെൻ ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻസിലേക്ക്, അല്ലെങ്കിൽ എന്താണ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അവരെ മാറ്റേണ്ടത്, ദെൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ദെൻ പ്രമോഷൻസ് ആൻഡ് ഡിമോഷൻസ്, അങ്ങനെയാണ് എല്ലാ ഓർഗനൈസേഷനിലും ഒരു സംഘടനയിലെ എന്താണ് ജീവനക്കാരുടെ നിയമനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ പെർഫോമൻസ് അപ്രീസിയേഷൻ പ്രോസസ്. പെർഫോമൻസ് അപ്രീസിയേഷൻ പ്രോസസ് എന്താണ്, റിലേറ്റഡ് വിത്ത് കോൺസ്റ്റന്റ് ഇവാലുവേഷൻ ഓഫ് ദ employers work so that will necessary promotion, pay raises, transfers, training, etc. may be given. Performance appreciation process എന്ന് പറഞ്ഞാൽ എന്താണ്, പെർഫോമൻസ് അപ്രീസിയേഷൻ. എന്താണ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാല്, അതായത് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ ആ ഒരു ജോലി, അയാളുടെ ജോലി ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. ആളുടെ പെർഫോമൻസ്, ആളെ എത്ര രീതിയിൽ ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആളുടെ വർക്ക് എങ്ങനെയാണ്, എന്താണ് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന പെർഫോമൻസിലാണോ ആൾ കാഴ്ചവെക്കുന്നത് അല്ലെ. പിന്നെന്താണ്, അദ്ദേഹത്തിന് പ്രമോഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണ്, നല്ല ആക്ടിവിറ്റീസ് ആയിരിക്കും, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു ഓർഗനൈസേഷന്റെ എല്ലാ പ്രോസസ്സും വ്യക്തമായിട്ട് നല്ല പ്ലാനിങ്ങോട് കൂടി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഏബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണോ, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ അതായത് തന്റെ ജോലി ഇങ്ങനെ നിരന്തരമായി ഒരു ഓർഗനൈസേഷനിലെ ഒരു എംപ്ലോയിയുടെ ജോലി ഇങ്ങനെ നിരന്തരമായിട്ട് എന്താണ് ആളുടെ പെർഫോമൻസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ആളിൽ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തവരെന്താണ് ആ ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ പിരിച്ചുവിടും. ഓക്കെ, അപ്പോ എല്ലാവരെയും നോട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരെയും നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ പെർഫോമൻസ് വിലയിരുത്തിക്കൊണ്ട് മാത്രമാണ് അവരെ ആ ഒരു സ്ഥാപനത്തിൽ നിലനിർത്തി പോകുന്നത്. അല്ലാത്തവരെന്താണ് പിരിച്ചുവിടുന്നു. ഓക്കെ, അപ്പോ എല്ലാവരുടെയും ജോലി ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു തൊഴിലാളിയാണെങ്കിൽ കൂടിയാണ് അവരുടെ വർക്ക് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വിലയിരുത്തുന്ന സമയത്താണ് എന്തൊക്കെ സംഭവിക്കുന്നത്, പ്രമോഷൻസ് അല്ലെ. നല്ല രീതിയിലുള്ള വർക്ക് ആണെങ്കിൽ എന്താണ് ആളെ പ്രൊമോട്ട് ചെയ്യുന്നു, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിലോ ഹയർ പൊസിഷനിലേക്ക് ആളെ എന്താണ് പ്രൊമോട്ട് കൊടുക്കും, പ്രമോഷൻ കൊടുക്കും. പിന്നെ പ്രേ റൈസസ് എന്താണ്, ശമ്പള വർധനവ് ഉണ്ടാവും അല്ലെ. നല്ല ജോലി കാഴ്ചവെക്കുകയാണെങ്കിൽ എന്താണ് നല്ല ഒരു പൊസിഷനിലേക്ക് ആൾക്ക് സ്ഥാനക്കയറ്റം കിട്ടുകയും നല്ലൊരു സാലറി അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യും. പിന്നെന്താണ്
എക്സ്ട്രാ ട്രാൻസ്ഫർ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലേക്ക് മാറ്റണമെങ്കിൽ എന്താണ് ആൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത ആളെ നല്ലൊരു പൊസിഷനിലേക്ക് മാറ്റാൻ സാധിക്കുന്നു. അപ്പൊ ഒരാളുടെ വർക്ക് ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ ആളുടെ പെർഫോമൻസ് എത്രത്തോളം മെച്ചമാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ തൊഴിലാളികളുടെയും എന്താണ് എല്ലാ എംപ്ലോയീസിന്റെയും വർക്ക് ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പ്രമോഷൻസും സാലറീസ് ഒക്കെ കൂട്ടിക്കൊടുക്കും. ഓക്കെ, then training and the development process. Training and development process. Blend of many sub-processes which intend to correct the quality of work of the individual. Training and development process എന്താണ്? Blend of many sub-processes which intend to correct the quality of work of the individual. അതായത് ഒരു വ്യക്തിയുടെ ജോലിയും അതുപോലെ തന്നെ എന്താണ് ആ ജോലി ചെയ്യുന്ന ആ ജോലിയുടെ ഗുണനിലവാരം അല്ലെ, അതിന്റെ ക്വാളിറ്റി എന്താണ്, ക്വാളിറ്റി എന്താണ്, ഓരോ വ്യക്തിയുടെയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ജോലിയുടെ ഗുണനിലവാരം കറക്റ്റ് ചെയ്യുക. ആള് മോശമായ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്, മോശമായ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്, എന്താണ് നമ്മളത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. ആളുടെ ആ വർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ മെഷേഴ്സ് പറഞ്ഞു കൊടുത്തിട്ട് എന്താണ് അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഇത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആളിപ്പോ മോശമായ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ, അപ്പൊ ആൾക്ക് കുറച്ചുകൂടി ട്രെയിനിങ് കൊടുത്ത് തന്നെ ആ വർക്ക് എന്താണ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോസസ്സ്, കറക്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് ആ പേഴ്സണൽ മാനേജ്മെന്റിൽ നിന്നാണ് അവർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഏതൊരു വർക്കേഴ്സ് ആണെങ്കിലും എന്താണ് അവർ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് എല്ലാ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ മോശമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് ആള് അദ്ദേഹത്തിന് വർക്ക് നന്നായി ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ എന്ത് കൂടുതൽ പരിശീലനം ചിലപ്പോൾ കൊടുക്കും ആൾക്ക്, എന്നിട്ട് അതിൽ മാറ്റം ഉണ്ടാകുന്ന നോക്കും. എന്നിട്ട് അയാളുടെ വർക്ക് എന്താണ് അതിൽ ക്വാളിറ്റി ഉണ്ടോ, ഗുണനിലവാരമായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നതൊക്കെ ചെക്ക് ചെയ്യപ്പെടും. ഓക്കെ, then compensation and reward process. Compensation and reward process. Compensation. Determine the mechanism and form for giving financial and non-financial rewards. Compensation and reward process. Determine the mechanism and form for giving financial and non-financial rewards. എന്തൊക്കെ കോമ്പൻസേഷനും റിവാർഡ്സുകളായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് കിട്ടുന്നത്? എന്തൊക്കെയാണ്? സാമ്പത്തികേതരമായിട്ടുള്ള റിവാർഡ്സുകൾ എന്തൊക്കെയാണ്? കോമ്പൻസേഷൻ കൊടുക്കുക, റിവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്? യെസ്, ബോണസുകള് അല്ലെ, ഇൻസെന്റീവ്സുകള്. TF ഒക്കെ ആണോ? യെസ്, TF, ഇൻസെന്റീവ്സുകള് അല്ലെ, അത്തരം കാര്യങ്ങള്. ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്താണ് ഇൻസെന്റീവ്സുകള്, എല്ലാരും ബോണസ് ആണ്. അതൊക്കെ TF-കളൊക്കെ തന്നെ എക്സ്ട്രാ ബെനിഫിഷ്യൽ ഫണ്ട്സുകളാണ് അല്ലെ. ആൾക്കാരെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്താണ് എക്സ്ട്രാ അവരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളാണ് തന്നെ അല്ലെ. ഇതൊക്കെ തന്നെ കൊടുത്താൽ മാത്രമായിരിക്കും ഒരു ഓർഗനൈസേഷനിലെ തൊഴിലാളികള് വർക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുള്ളൂ അല്ലെ. അവര് അത് അട്രാക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്, അവർ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത്, ഇൻസെന്റീവ്സുകള്, ബോണസുകള്, മറ്റ് അലവൻസുകൾ എല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ കൂടി എന്താണ് അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളികൾ അവിടെ, എംപ്ലോയീസ് അവിടെ ജോലിക്ക് തയ്യാറായി വരികയുള്ളൂ. ഓക്കെ, കളക്റ്റീവ് ബാർഗനിങ് പ്രോസസ്. എന്താണ് കളക്റ്റീവ് ബാർഗനിങ് പ്രോസസ്? Process that decide the relationship between the union and the employer regarding wages, benefits, hours and working conditions, etc. Collective bargaining process എന്താണ്? അതായത് തൊഴിലാളികൾക്ക് ഓരോ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ. എന്തിലൊക്കെയാണ് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കുക?
process that is a relationship between the union and employer regarding wages. വേതനവുമായി ബന്ധപ്പെട്ട്, ബെനിഫിറ്റ്സുകളിൽ അവരുടെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട്, വർക്കിംഗ് അവേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെ, അവര് ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ വർക്കേഴ്സും അല്ലെ, അവരൊരു കൂട്ടായിട്ടായിരിക്കും അവര് ശമ്പളം വർദ്ധിച്ചു കൊടുക്കണം, അല്ലെ ഇത്ര സമയം മുതൽ ഇത്ര സമയം ഞങ്ങൾക്ക് ജോലി അനുവദിച്ചു തരണം, ഇത്ര മണിക്കൂർ നമുക്ക് ലെഷർ ടൈം തരണം എന്നൊക്കെ അവർക്ക് പ്രത്യേകമായ കുറെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരതിന് വേണ്ടിയിട്ട് കൂട്ടായിട്ട് കളക്റ്റീവ് ബാർഗൈനിങ് ഉദ്ദേശിക്കുന്നത് എന്താണ്, കൂട്ടായിട്ട് അവർ ആവശ്യപ്പെടുകയാണ് അല്ലെ. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളില് എന്താണ് എംപ്ലോയീസ് പറയാണ്, നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വരണം. വിലപേശനയല്ല അവരുടെ വിലപേശ എന്നുള്ള അർത്ഥം. പക്ഷെ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് അവരുടെ ശമ്പള വർധനവ്, അവർക്ക് ഇത്ര വർക്ക് ചെയ്യാനുള്ള സമയം, മറ്റു ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായും ഇപ്പൊ തരാത്ത സ്ഥാപനങ്ങളിലായിരിക്കും അവരിങ്ങനെ കളക്റ്റീവായിട്ട് ബാർഗൈനിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തൊഴിലാളികളുടെ ഒരു കൂട്ടായ ശ്രമങ്ങളാണ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ ശ്രമമാണ് എന്ത് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, process that decide the relationship between the union and employer regarding wages. ഇവർ ആരോടാണ് ഇതൊക്കെ ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ ആരോടാണ് ആവശ്യപ്പെടുന്നത്? യൂണിയൻ അല്ലെ, ഓരോ ട്രേഡ് യൂണിയൻസ് ഉണ്ടായിരിക്കും. ഇവര് ഓരോ എംപ്ലോയീസിനും അവരുടേതായ ട്രേഡ് യൂണിയൻസ് ഉണ്ടായിരിക്കും. അവരോടായിരിക്കും ഇവർ ഈ ആവശ്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. അവരോടായിരിക്കും അവരുടെ നിബന്ധനകൾ, ഇതിന്റെ കാര്യങ്ങള് കൃത്യമായി നടപ്പിലാക്കി തരണം എന്നുള്ള ആവശ്യകതകള് ഏതോ യൂണിയൻ ട്രേഡ് യൂണിയൻസിന്റേതായിരിക്കും അവര് ഇത്തരം ആവശ്യങ്ങള് അറിയിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. എന്തൊക്കെയാണ് മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ? എന്തൊക്കെ പ്രോസസ്സുകളാണ് ഒരു ഓർഗനൈസേഷനിലെ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ആയിട്ട് കണക്കാക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? ലീഡർഷിപ്പ് പ്രോസസ് ഉണ്ടാകും. എന്താണ് ലീഡർഷിപ്പ് പ്രോസസ്? involves in influencing the individual and group behavior towards achievement of organization goals. ഒരു ലീഡർഷിപ്പ് പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ ഏത് രീതിയിൽ നേതൃത്വം വഹിക്കണം എന്നാണ് പറയുന്നത്? ഇൻഡിവിജ്വൽ ആയിട്ടാണോ വർക്ക് ചെയ്യാൻ പറയുന്നത്? ഇൻഡിവിജ്വൽ ആയിട്ടാണോ? അല്ല, ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും അല്ലെ. ഗ്രൂപ്പ് ബിഹേവിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ലീഡർഷിപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു തൊഴിലാളികളുടെ കൂട്ടമായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. ഒരു ഇൻഡിവിജ്വൽ മാത്രം ഒരു എംപ്ലോയർ മാത്രം വിചാരിച്ചാൽ മാത്രം ഒരു സ്ഥാപനം വിജയിക്കാൻ സാധിക്കില്ല അല്ലെ. എല്ലാവരും കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തന നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാപനം എന്താണ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അവിടെ പറയുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് അവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലെ. എംപ്ലോയീസിന്റെ ബിഹേവിയർ ആണ്, എംപ്ലോയീസിന്റെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് എന്ത് ഒരു ഓർഗനൈസേഷന്റെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിരുന്നതാണ് ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്ന് പറയുന്നത് ആരാണെന്നാണ് പറഞ്ഞത്? ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ. മനുഷ്യ വിഭവം തന്നെയാണ് ഒരു ഓർഗനൈസേഷന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാൾ വിചാരിച്ചാലൊന്നും മാത്രം അത് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ അത് സാധ്യമാവുള്ളൂ. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്താണ്? ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് yes, equal treatment to all and fair compensation അല്ലെ. equal treatment to all and fair compensation for the work. എന്താണ് പറയുന്നത്? ഈക്വൽ ആയിട്ട് എല്ലാ വർക്കേഴ്സിനും എന്താണ് എല്ലാ വർക്കേഴ്സിനും ഒരേപോലെ തന്നെ സഹമായിട്ടല്ലേ എല്ലാവർക്കും എന്താണ് നല്ല രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു ഫെയർ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ മറ്റെന്ത് ആനുകൂല്യങ്ങളാണെങ്കിൽ കൂടി എന്താണ് എല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കണം അത് വിധിച്ചു കൊടുക്കേണ്ടത്. ആർക്കും തന്നെ ഒരു പാർഷ്യാലിറ്റി ഉണ്ടാവാനായിട്ട് പാടില്ല. എല്ലാവർക്കും നീതിപരമായിട്ട് തന്നെ ആയിരിക്കണം. ഓരോ വ്യക്തികൾക്കും ഓരോ വർക്ക് ട്രീറ്റ്മെന്റ് ഈക്വൽ ആയിട്ട് തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്താണ്? ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്
ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് നോക്കിയത് ഇവിടെ കണ്ടോ? Consists in division of the total task or into individual jobs. അതായത് ഓരോ ജീവനക്കാർക്കും അവരുടെ ജോബ്സുകൾ എന്താണ് വീതിച്ചു കൊടുക്കുക, ഓരോരുത്തർക്കും ജോബ്സുകൾ അല്ലെ ജോലികൾ വിഭജിച്ചു കൊടുക്കുക എന്നതാണ് എന്ത് പറയുന്നത് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. കൺസിസ്റ്റ് ഇൻ ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ്. ആദ്യത്തെ പറഞ്ഞ എന്താണ്, എല്ലാവർക്കും തുല്യമായിട്ടുള്ള പരിഗണനയിലായിരിക്കണം എല്ലാവർക്കും ജോലികൾ വീതിച്ചു കൊടുക്കേണ്ടത്. എല്ലാവർക്കും പ്രതിഫലവും കൊടുക്കും. ഈക്വൽ ട്രീറ്റ്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കണം പേയ്മെന്റും കൊടുക്കേണ്ടത്. പ്രതിഫലം അല്ലെ, പേയ്മെന്റ് എന്താണ് സാലറി, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് തന്നെ കൊടുക്കുക. ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോരുത്തർക്കും അവരുടേതായ ജോലികൾ ഈക്വൽ ആയിട്ട് തന്നെ വീതിച്ചു കൊടുക്കുക, ഓരോരുത്തർക്കും ആ ജോലി വിഭജിച്ചു കൊടുക്കുക. ഓക്കെ, ലീഡർഷിപ്പും ജസ്റ്റിസ് ഡിറ്റർമിനേഷനും ക്ലിയർ ആണോ? ഇനി സ്റ്റാഫ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫ് പ്രോസസ് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നു? മാൻ പവർ പ്ലാനിംഗ്, ഡെവലപ്പിംഗ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, assessment of applicant, employment decision, induction and orientation transfers, promotion and demotions. സ്റ്റാഫിംഗ് പ്രക്രിയ എന്ന് പറയുന്നത് വ്യക്തമായ പ്ലാനിങ്ങിലൂടെയും റിക്രൂട്ട്മെന്റിലൂടെയും വ്യക്തമായി അവരെ വിലയിരുത്തിയും നല്ല തീരുമാനങ്ങൾ എടുത്തും അവർക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ നൽകിയിട്ടാണ്, അവർക്ക് വേണ്ട പ്രൊമോഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് സ്റ്റാഫിംഗ് പ്രക്രിയ നടത്തപ്പെടുന്നത്. എല്ലാ എംപ്ലോയീസിനെയും അങ്ങനെ തന്നെയാണ് ആ ജോലി സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? സ്റ്റാഫിംഗ് പ്രോസസ്. നെക്സ്റ്റ് പെർഫോമൻസ് അപ്രീസിയേഷൻ പ്രോസസ്. എന്താണ് പെർഫോമൻസ് അപ്രീസിയേഷൻ പ്രോസസ്? റിലേറ്റഡ് വിത്ത് കോൺസ്റ്റന്റ് ഇവാലുവേഷൻ ഓഫ് ദ എംപ്ലോയേഴ്സ് വർക്ക്സ് അല്ലെ. എന്താണ് ആ എംപ്ലോയീസിന്റെ വർക്ക്സുകള് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻസ്, പേ റൈസസ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ആൻഡ് ട്രെയിനിങ് എക്സെട്ര അല്ലെ. അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റിന് ശേഷം മാത്രമാണ് അവർക്ക് കൂടുതൽ നിയമനങ്ങളും സാലറി കൂട്ടിക്കൊടുക്കണമെങ്കിൽ അങ്ങനെ, ട്രാൻസ്ഫർ നൽകണമെങ്കിൽ അങ്ങനെ അല്ലെ. എല്ലാം നോക്കുന്നത് എങ്ങനെയാണ്? അവരുടെ പെർഫോമൻസ് വിലയിരുത്തിക്കൊണ്ട് മാത്രമാണ് ഓരോ എംപ്ലോയീസിനും പെർഫോമൻസ് അപ്രീസിയേഷൻ കൊടുക്കുന്നത്, ട്രാൻസ്ഫേഴ്സ് കൊടുക്കുന്നത്. Training and development process. Training and development process, blend of main sub-process which intend to correct the quality of work of the individual. എന്താണ് ആ വ്യക്തിയുടെയും ഓരോ വ്യക്തിയുടെയും ജോലിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന്, അത് കറക്റ്റ് ചെയ്യുന്നതിനുമാണ് എന്ത് കൊടുക്കുന്നത്? ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ. ക്വാളിറ്റി ഓഫ് വർക്ക് കൂട്ടാൻ വേണ്ടി, അവരുടെ വർക്കിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് പ്രത്യേകമായ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? പിള്ളേരെ എനിക്ക് വയ്യാത്തോണ്ടാണ് ക്യാമറ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? Okay. Then compensation and reward process. Compensation and reward process. എന്തൊക്കെയാണ് എന്തൊക്കെ കോമ്പൻസേഷൻസ് ആണ് കൊടുക്കുന്നത്? എന്തൊക്കെയാണ്? Determine the mechanism and giving financial and non-financial rewards. അലവൻസുകൾ, then ഇൻസെന്റീവ്സുകൾ, മറ്റു ബോണസുകളൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. Next, collective bargaining process. Collective bargaining process.
Not a collective bargaining process. Relationship between the union and employer regarding wages, benefits, hours and working condition, etc. അവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എംപ്ലോയീസിന്റെ മറ്റാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ എന്തിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ വേജസ് കൂട്ടുന്നതിനും മറ്റ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും വർക്കിംഗ് ടൈം കണ്ടീഷൻസ് ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരാതികളൊക്കെ അവരുടെ പരാതികളൊക്കെ സമർപ്പിക്കപ്പെടുന്നതും പരാതികളൊക്കെ രേഖപ്പെടുത്തുന്നതും ആർക്കാൻ വേണ്ടിയിട്ടാണ്? യൂണിയൻസിന്റെ ട്രേഡ് യൂണിയന്റെ കീഴിലാണ് അവരെല്ലാരും പരാതികളൊക്കെ രേഖപ്പെടുത്തുന്നത്. ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്നുള്ള ഭാഗം പഠിച്ചില്ലേ? റോൾ ഓഫ് പേഴ്സണൽ മാനേജറിലെ ലീഗൽ റോള് എന്താണ്? പരാതികളൊക്കെ കൈകാര്യം ചെയ്യുന്നുള്ളത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മറ്റേ UTI ഇല്ലേ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, പനിയായിരുന്നു, പനി മാറി പല പല അസുഖങ്ങളായി. ഇങ്ങനെയില്ല കുറച്ച് ദിവസമായിട്ട് മാറിയിട്ടില്ല. ഞാനിങ്ങനെ വളർന്നിരുന്നാണ് ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ക്യാമറ ഓൺ ചെയ്യാത്തത്. നേരെ ഇരിക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് അപ്പോ personal policies. എന്താണ് personal policy? A personal policy is a pre-planned course of action that establishes a guide to work toward acceptable outcomes and objectives. Personal policies are the rules that control how to deal with the human resources or person-related situation. എന്താണ് പേഴ്സണൽ പോളിസി എന്ന് പറഞ്ഞാൽ? എന്തിനു വേണ്ടിയാണ് പേഴ്സണൽ പോളിസി എടുക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സസ് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു സേഫ്റ്റിക്ക് വേണ്ടി അല്ലെ, അവരുടെ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് പേഴ്സണൽ പോളിസികൾ അപ്രൂവ് ചെയ്യപ്പെടുന്നത് അല്ലെ. പേഴ്സണൽ പോളിസീസ് പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? അക്സെപ്റ്റബിൾ toward acceptable outcomes and objectives. അതായത് ഒരു മനുഷ്യ വിഭവശേഷി അല്ലെങ്കിൽ എന്താണ് ഉദ്യോഗസ്ഥരമായിട്ട് എങ്ങനെ നിയന്ത്രിക്കാം, ഒരു ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിന്റെ സുരക്ഷിതത്വം എങ്ങനെ ഉറപ്പുവരുത്താം അല്ലെ, അതിനെങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പേഴ്സണൽ പോളിസി എന്ന രീതിയിൽ അർത്ഥമാക്കുന്നത്. ഇത്തരത്തിലൊരു പോളിസി ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നിയമാവലികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ നമുക്ക് എന്താണ് ഫുൾഫിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യാം. പേഴ്സണൽ പോളിസീസ് ആർ ദ റൂൾസ് ദാറ്റ് കൺട്രോൾ ഹൗ ടു ഡീൽ വിത്ത് ദ ഹ്യൂമൻ റിസോഴ്സസ് ഓർ പേഴ്സണൽ റിലേറ്റഡ് സിറ്റുവേഷൻസ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. Personal policy എന്ന് പറയുന്നത് എന്താണ്? The rules that control how to deal with the human resources or personal related situation. എങ്ങനെയൊക്കെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് കൺട്രോൾ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഇവിടെ 2 അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? അത് വായിച്ചു നോക്കി. The following advantages വായിച്ചു നോക്കട്ടോ. The following advantages are achieved by setting up personal policies.
എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഒരു ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പേഴ്സണൽ പോളിസീസ് ഒക്കെ എടുക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് അതിൽ ഉണ്ടാവുന്നത്? പ്രധാനമായിട്ടും എന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്ന പോയിന്റ് എന്താ? They help managers at different level of decision making to take decision without consulting their superiors. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന കുറച്ച് പോളിസീസ് ആണ് അല്ലെ? അപ്പോ ആ ഒരു സമയത്ത് എന്താണ് അവർക്ക് അത്തരത്തിൽ പോളിസിയൊക്കെ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒരു പ്രത്യേകമായ നിയമാവലികൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പേഴ്സണൽ പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കുറച്ച് കൺട്രോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതിനാൽ തന്നെ എന്താണ് സുപ്പീരിയേഴ്സിന്റെ അല്ലെ അവർക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ പോളിസിയിലുള്ള നിയമാവലികൾ അനുസരിച്ചിട്ട് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ആരുടെ കൺസൾട്ടേഷൻ വേണ്ട. അവരുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് സുപ്പീരിയേഴ്സിന്റെ ഡിസിഷന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. കാരണം ഹ്യൂമൻ റിസോഴ്സസിന് വേണ്ടി മാത്രമായിട്ട് ഒരു നിയമാവലി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് എന്താ പേഴ്സണൽ പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരം പേഴ്സണൽ പോളിസിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം ഉള്ളിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അവിടെ ആരുടെ ആവശ്യം വരുന്നില്ല. വിത്തൗട്ട് കൺസൾട്ടിങ് ദിയർ സുപ്പീരിയേഴ്സ്. അതായത് they help managers different levels decision making to take decision without consulting their superiors. അതായത് മേലുദ്യോഗസ്ഥരുടെ ഒരു സജഷൻ കിട്ടേണ്ട ആവശ്യമില്ല. തീരുമാനം അവർക്ക് ആവശ്യമില്ല ആ ഒരു സമയത്ത്. കാരണം എന്താണ്? അവർക്ക് വേണ്ടിയിട്ട് ഒരു നിയമാവലികൾ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും എന്നല്ല, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരിക്കും. അതാണ് പേഴ്സണൽ പോളിസിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ മേലുദ്യോഗസ്ഥരുടെ തീരുമാനത്തിന് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നില്ല. അവരുടെ തീരുമാനങ്ങൾ ആവശ്യമായി വരും. ഓക്കെ, മനസ്സിലായോ? അതാണ് ഒരു അഡ്വാൻറ്റേജ്, ഒരു ഗുണം എന്ന് പറയുന്നത്. പേഴ്സണൽ പോളിസിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ട് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ട്. പ്രത്യേകമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിന്, പേഴ്സണൽ പോളിസി കോർഡിനേറ്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, കുറച്ച് വിഭാഗം ഉണ്ടായിരിക്കും. അവരുടെ കീഴിലായിരിക്കും ഈ മറ്റ് ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്ന അഡ്വാൻറ്റേജ് എന്താണ്? They ensure long-term welfare of employees and make for a good employer. Employee relationship as a favoritism and discrimination are lessened. എന്താണ് ഈ പേഴ്സണൽ പോളിസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനക്കാരുടെ ലോങ് ടേം ആയിട്ടുള്ള, അതായത് ജീവനക്കാരുടെ ദീർഘകാല ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എന്ത് പേഴ്സണൽ പോളിസി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ജീവനക്കാരുടെ ദീർഘകാല ക്ഷേമം ഉറപ്പാക്കുക. അതുപോലെ തന്നെ എന്താണ് അവർക്ക് യാതൊരുവിധ മറ്റ് ഡിസ്ക്രിമിനേഷൻസ്, അതായത് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് മറ്റ് ഡിസ്ക്രിമിനേഷൻസും മറ്റു വിവേചനങ്ങളൊന്നും മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊന്നും വരാതിരിക്കണം. അല്ലെങ്കിൽ ഫേവറിറ്റിസം ഉണ്ടാവരുത്. അതായത് യാതൊരുവിധ അനുകൂലത ഉണ്ടാവാൻ പാടില്ല, എന്നാൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാനും പാടില്ല. ആർക്ക്? ഈ ഹ്യൂമൻ റിസോഴ്സിന്, അതായത് ഓരോ എംപ്ലോയീസിനും അത് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതിനാൽ ഒരു നല്ല തൊഴിലുടമ ബന്ധം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നല്ല പേഴ്സണൽ പോളിസി ഉണ്ടാകുന്നത് കൊണ്ട് എന്താണ്? അവിടെ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ആരും എംപ്ലോയേഴ്സും എംപ്ലോയിയും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കും. അവിടെ വേറെ വിവേചനങ്ങളോ അല്ലെങ്കിൽ അനുകൂലതകളോ ഒന്നും ഉണ്ടാകില്ല. ഓക്കെ, they ensure long-term welfare of employees. അണ്ടർലൈൻ ചെയ്യാറ് എന്താണ്? they ensure long-term welfare of employees and make for a good employer. ജീവനക്കാരുടെ ദീർഘകാല ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് എന്ത് പേഴ്സണൽ പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് അനുകൂലതയും ഫേവറിറ്റിസം എന്ന് വെച്ചാൽ ആരെയും അനുകൂലിച്ച് നിൽക്കാൻ പാടില്ല, എന്നാൽ ആരോട് വിവേചനം കാണിക്കാനും പാടില്ല. മനസ്സിലായോ? ഒരു എംപ്ലോയീസിന് ആർക്കും ഒരു ഫേവർ, പ്രത്യേകമായ ഒരു ഫേവർ കൊടുക്കരുത് അല്ലെ? എല്ലാ ഓർഗനൈസേഷനും എല്ലാവരും ഒരേപോലെ എന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പൊ ആർക്ക് പ്രത്യേകമായ ഒരു സോഫ്റ്റ് കോർണർ കാണിക്കാണ്ട് അല്ലെ? ആർക്കും ഒരു അനുകൂലതയും ഇല്ല, എന്നാൽ ആർക്കും തമ്മിലൊരു ഡിസ്ക്രിമിനേഷൻ നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, അതിനാല് തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിൽ എന്താണ് നല്ല രീതിയിലൊരു ബന്ധം, അവിടെ നല്ല റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്ത് പേഴ്സണൽ പോളിസിയുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഗുണം എന്തായിരുന്നു? അവർക്ക് പ്രത്യേകമായ പേഴ്സണൽ പോളിസിയിൽ പ്രത്യേകമായ ചട്ടക്കൂടുകൾ ഉള്ളതിനാൽ തന്നെ എന്താണ് മറ്റ് സബ് സുപ്പീരിയേഴ്സിന്റെ മേലുദ്യോഗസ്ഥരൊന്നും തീരുമാനങ്ങളൊന്നും നമ്മള് ഹ്യൂമൻ റിസോഴ്സസ് എടുക്കേണ്ട കാര്യമില്ല, മറ്റു തൊഴിലാളികൾ എടുക്കേണ്ട കാര്യമില്ല. അതൊരു ഗുണം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താണ്
ഒരു തീരുമാനം അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. പക്ഷെ അങ്ങനത്തെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെന്താണ്, എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും അല്ലെ. പിന്നെന്താണ്, ഓരോ ജീവനക്കാരുടെയും ദീർഘകാലം ലോങ് ടൈം ആയിട്ടുള്ള ക്ഷേമമായിരിക്കും, ലോങ് ടൈം ആയിട്ടുള്ള വെൽഫെയർ ആയിരിക്കും എന്താ പേഴ്സണൽ പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ ആയിരിക്കും തമ്മില് ഫേവറിറ്റീസും ഉണ്ടായിരിക്കില്ല, ഡിസ്ക്രിമിനേഷനും ആരും തമ്മിൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ, പിന്നെ അഡ്വാൻറ്റേജസ് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെങ്കിലും സംശയം ഉണ്ട് ഇപ്പൊ തന്നെ ചോദിച്ചോ കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒന്ന് നോക്കിയേ, പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്? പേഴ്സണൽ പോളിസികളുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അല്ലെ. സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് എന്താണ്? ജീവനക്കാരുടെ സുരക്ഷ. സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, യെസ്. ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയീസിന്റെ സേഫ്റ്റി തന്നെയാണ്. പേയ്മെന്റ് ഓഫ് വേജസ്. എന്താണ് വേജസ്? കേട്ടിട്ടുണ്ടോ? FAU വേജസ്. എന്താണ് വേജസ്? വേതനം. വേതനാണോ? അതായത് ഇതൊരു ഈ സാലറീസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ, എല്ലാ ഓർഗനൈസേഷന്റെയും സാലറീസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എന്ത്? ഫ്ലോറിഡ അറ്റ്ലാന്റിക് യൂണിവേഴ്സിറ്റി, FAU. നോട്ട് ചെയ്യാട്ടോ, ഫ്ലോറിഡ അറ്റ്ലാന്റിക് യൂണിവേഴ്സിറ്റി. ഫ്ലോറിഡ, FLORDIA, ഫ്ലോറിഡ അറ്റ്ലാന്റിക് യൂണിവേഴ്സിറ്റി. ഫ്ലോറിഡ അറ്റ്ലാന്റിക് യൂണിവേഴ്സിറ്റി. പേയ്മെന്റ് ഓഫ് വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഓരോ ഓർഗനൈസേഷന്റെയും ഫ്ലോറിഡ FLORIDA, ഫ്ലോറിഡ അറ്റ്ലാന്റിക്, ATLANTIC, അറ്റ്ലാന്റിക് യൂണിവേഴ്സിറ്റി. എന്താണ് സുഷ ചോദിച്ചത്? വേജസിന്റെ പേരാണ് പറയുന്നത്. F for Florida, A for Atlantic and U for University. ഓക്കെ, അത് എഴുതുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അതായത് എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള സാലറീസ് പ്രൊവൈഡ് ചെയ്യുന്നതും, അതുപോലെ തന്നെ എന്താണ്, സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കൽ കെയർ ആൻഡ് മറ്റ് ടാക്സ് ഒക്കെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അത് എന്താ? ഫ്ലോറിഡ അറ്റ്ലാന്റിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും സാലറി പേയ്മെന്റ്സ് ഒക്കെ കണക്കാക്കപ്പെടുന്നത് ഈ ഒരു ഓർഗനൈസേഷന്റെ കീഴിലാണ്. ഓക്കെ, ഇത് ഹോൾ ടാക്സ് ഫ്രം എംപ്ലോയീസ് പേ ഇൻക്ലൂഡിംഗ് സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കൽ കെയർ ഒക്കെ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, then sound industrial relationship. എന്താണ് sound industrial relationship? അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. പേഴ്സണൽ പോളിസിയുടെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ് എന്ത്? ആദ്യത്തെ പറഞ്ഞ എന്താണ്? സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, അതായത് ജോലിക്കാരുടെ സുരക്ഷയാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്താണ്? പേയ്മെന്റ് ഓഫ് വേജസ്.
അല്ലെ. അപ്പൊ ഫക്വേ അതായത് ഫ്ലോറിഡ അറ്റ്ലാന്റിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ആ ഒരു അംഗീകരിതമായിട്ടുള്ള സാലറീസ് ആയിരിക്കും അവർക്ക് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ത് സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്പൊ എന്താണ് നല്ലൊരു ഓർഗനൈസേഷനിലെ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ട്രെയിനിങ് ഓഫ് എവരിയോൺ. ട്രെയിനിങ് ഓഫ് എവരിയോൺ എന്താണ്? എല്ലാവർക്കും പരിശീലനം അല്ലെ, എല്ലാവർക്കും പരിശീലനം നൽകണം. ഒബ്ജക്റ്റീവ് ആണ്. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് ഒപ്റ്റിമൈസ് ചെയ്ത് ഉപയോഗിക്കുക അല്ലെ, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ. റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി. റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി. റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്താണ്? ആ മനുഷ്യന്റെ അന്തസ്സിനെ മാനിക്കുന്ന രീതിയിലായിരിക്കണം. മനുഷ്യന്റെ അന്തസ്സിനെ മാനിക്കുന്ന രീതിയിലായിരിക്കണം എന്ത്? ബഹുമാനിക്കുന്ന രീതിയിലായിരിക്കണം എന്താ ഏത് വർക്ക് ഏത് ഓർഗനൈസേഷനിലാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഇപ്പൊ പറയുന്നത്? പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, പേയ്മെന്റ് ഓഫ് വേജസ്, സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ട്രെയിനിങ് ഓഫ് എവരിയോൺ, ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, then respecting human dignity. ഇത്തരം ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് പേഴ്സണൽ പോളിസിയുടെ മറ്റ് നിയമാവലികളൊക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഈ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? ഓക്കെ, ഇതില് എറണാകുളത്തുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ? എറണാകുളം നമ്മുടെ ഗ്രൂപ്പില് എറണാകുളം. യെസ്. പറവൂരുണ്ടോ? നോർത്ത് പറവൂർ. ഇല്ല. നിയറസ്റ്റ്. ഓക്കെ, ഐശ്വര്യ അജിത്ത് ചോദിച്ചതാണ് കേട്ടോ. സർപ്രൈസ് ബുധനാഴ്ച എന്തായാലും പറയാം കേട്ടോ. ഞാൻ നോക്കിയാണ്ട് പറഞ്ഞ പോരെ. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഒന്ന് നോക്കി. പേഴ്സണൽ പോളിസിയുടെ പ്രിൻസിപ്പിൾസ് എന്താണ്? ചേന്നമംഗലത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. നിങ്ങളുടെ അടുത്താണോ? ചേന്നമംഗലത്താണോ എല്ലാവരും? എനിക്ക് പ്രിൻസിപ്പൽസ് നോക്കിയാൽ കണ്ടു നോക്കാം കേട്ടോ. ട്രെയിൻ എവരിയോൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. ട്രെയിൻ എവരിയോൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. എല്ലാവർക്കും എന്താണ് കൃത്യമായ രീതിയിൽ പരിശീലനങ്ങൾ കൊടുക്കുക അല്ലെ. Then put the right man in the right place. Put the right man in the right place എന്താണ്? ശരിയായ ഉദ്യോഗസ്ഥരെ ശരിയായ സ്ഥലത്ത് എന്താണ് അവർക്ക് അവരുടെ ക്വാളിറ്റീസ് അനുസരിച്ചിട്ടുള്ള ജോലികളായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത് അല്ലെ. ഏത് എംപ്ലോയീസിനാണെങ്കിലും എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി മാത്രമായിട്ടായിരിക്കണം അവരെ നിയമിക്കേണ്ടത് അല്ലെ. അല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു ജോബ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് അവിടെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചിട്ടുള്ള ആളെ മാത്രമേ ഏത് പ്ലേസിലാണോ പോസ്റ്റ് ചെയ്യേണ്ടത് അവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്. Okay, supply the right tools and the right condition of work.
എന്താണ് ശരിയായ ഉപകരണങ്ങളും ശരിയായ സ്റ്റാഫുകളെയും ശരിയായ ഉപകരണങ്ങളും അതുപോലെ തന്നെ ശരിയായ വ്യവസ്ഥകളും ഉൾപ്പെടുത്തുക അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ ശരിയായിട്ടുള്ള മതിയായിട്ടുള്ള ടൂൾസുകൾ അല്ലെ, ടൂൾസ് എക്യുപ്മെന്റ്സുകൾ ആവശ്യമെങ്കിൽ അത് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ എന്താണ് റൈറ്റ് കണ്ടീഷൻ, നല്ല വ്യവസ്ഥാവിധികൾ അല്ലെ. വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള കണ്ടീഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇവിടെ കണ്ടീഷൻസ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ, ഇതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും ഉറപ്പാക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് കണ്ടീഷൻസും ഉറപ്പുവരുത്തുക. പിന്നെന്താണ് make organization and coordinate term through a proper coordinate and administration of various department and divisions. എന്താണ് ഒരു ഓർഗനൈസേഷനിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലായിട്ടൊരു എന്തുണ്ടായിരിക്കണം, പരസ്പരമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം. അതുപോലെ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റും അതിൻ്റെതായ രീതിയിൽ വിഭജിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഒന്നിലൊന്നും കൂട്ടിക്കലരാതെ എല്ലാത്തിലും എന്താണ് ഒരു സബ് ഡിവിഷൻസ് ഉണ്ടായിരിക്കണം. ഓരോ ഡിപ്പാർട്ട്മെന്റും അതിന് പ്രത്യേകമായ രീതിയിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. Provide security with opportunity, incentive, recognition. പിന്നെ എന്താണ് അവർക്ക് സുരക്ഷ അല്ലെ, എംപ്ലോയീസിന് സുരക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ, അതായത് അവർക്കുള്ള എന്താണ് ഇൻസെന്റീവ്സ്, മറ്റു റെക്കഗ്നീഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. Look ahead, plan ahead for more and better things. എന്താണ് കൂടുതലായിട്ട് മികച്ച കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ടുള്ള എന്താണ് ആസൂത്രണം ചെയ്യുക അല്ലെ. ഗോ ഹെഡ് എന്ന് ലുക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മുന്നോട്ട് നോക്കുക അല്ലെ. മുന്നോട്ട് നോക്കി അതുപോലെ തന്നെ എന്താണ് നല്ല മികച്ച കാര്യങ്ങൾ മാത്രം ആസൂത്രണം ചെയ്തുകൊണ്ടായിരിക്കണം എന്റെ പേഴ്സണൽ പോളിസി പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പേഴ്സണൽ പോളിസിയുടെ പ്രധാന പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുന്നത്. ഇതൊക്കെയാണ് ട്രെയിൻ എവരിവൺ ഫോർ ജോബ് ടു ബി ഡൺ. എല്ലാവർക്കും കൃത്യമായ രീതിയിൽ പരിശീലനം കൊടുക്കുക. Put the right man in the right place. എന്താണ് ശരിയായ ഉദ്യോഗസ്ഥരെ ശരിയായ സ്ഥലത്ത് നിയമിക്കുക. അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി വേണം തൊഴിലാളികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ് സപ്ലൈ ദ റൈറ്റ് ടൂൾസ് ആൻഡ് റൈറ്റ് കണ്ടീഷൻ ഓഫ് വർക്ക്. എന്താണ് ശരിയായ ഉപകരണങ്ങളും ശരിയായ വ്യവസ്ഥകളും നൽകുക. Then make organization coordinate team through a proper coordinate and administration of various department and divisions. Proper ആയിട്ടൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനൊരു നല്ല രീതിയിലൊരു ടീം വർക്ക് ഉണ്ടായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റ്സും കൈകാര്യം ചെയ്യുന്നതിൽ നല്ല രീതിയിലൊരു എന്താണ് ടീം വർക്കോടെ ആയിരിക്കണം ഓരോ ഡിപ്പാർട്ട്മെന്റ്സും കൈകാര്യം ചെയ്യുന്നത്. Then എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഇൻസെന്റീവ്സ് റെക്കഗ്നീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു ആസൂത്രണം, എല്ലാ കാര്യങ്ങളും വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി മാത്രമല്ല ആസൂത്രണം ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം ഓരോ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. Plan ahead for more and better things. Okay. പ്രിൻസിപ്പിൾസിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടോ പിള്ളേരെ? എന്തെങ്കിലും ഒക്കെ ചോദിക്കട്ടോ. Any doubt? Principles എന്താണ്? Train everyone for job to be done. എന്താണ് തൊഴിലാളിക്ക് വ്യക്തമായിട്ടുള്ള പരിശീലനം കൊടുക്കുക. ഏത് തൊഴിലാണോ ചെയ്യുന്നത് അതിനുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ട്രെയിനിങ് കൊടുക്കുക അല്ലെ. Then put the right man in the right place. എന്താണ് put the right man എന്ന് പറയുന്നത്? ശരിയായ ഉദ്യോഗസ്ഥർ, ശരിയായ എംപ്ലോയീസിനെ ശരിയായ സ്ഥാനത്ത് മാത്രം നിയമിക്കുക അല്ലെ. അവരുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചുള്ള ജോലി മാത്രം അവർക്ക് കൊടുക്കുക. പിന്നെന്താണ് സപ്ലൈ ദ റൈറ്റ് ടൂൾസ് ആൻഡ് റൈറ്റ് കണ്ടീഷൻ ഓഫ് വർക്ക്. എന്താണ് ശരിയായ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥിതികളും ഒക്കെ എന്താണ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ശരിയായ ഉപകരണങ്ങളും ശരിയായ വ്യവസ്ഥകളും നൽകുക.
Then make the organization a coordinate team through a proper coordinate and administration of various department and divisions. അതായത് വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലെ, വിവിധ വകുപ്പുകൾ അതിന്റെ അകത്തുണ്ടായിരിക്കും. അതെല്ലാവരും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകും. ഓരോ ഡിപ്പാർട്ട്മെന്റ്സും വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടായിരിക്കും അല്ലെ, അതെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ പ്രവർത്തനങ്ങൾ ഓർഗനൈസേഷൻ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ കേട്ടോ. Then provide security with opportunity, incentives and recognition. എന്താണ് എംപ്ലോയീസിന് കൊടുക്കേണ്ട സെക്യൂരിറ്റീസും ഓപ്പർച്യൂണിറ്റീസും മറ്റ് ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. Then look ahead, plan ahead for more and better things. എന്താണ് കൂടുതൽ മികച്ച കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ട് വേണം അവിടെ ചെയ്യാനായിട്ട് അല്ലെ. വ്യക്തമായ പ്ലാൻ വേണം എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്ന രീതിയിലാണ് ആ ലാസ്റ്റ് പോയിന്റിൽ അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ലുക്ക് ഹെഡ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ കട്ട് ചെയ്തോ, അത് വെട്ടിക്കളഞ്ഞോ കേട്ടോ. ഓക്കെ, ഓക്കേടോ. ഓക്കെ, എടുത്ത ഭാഗങ്ങളൊന്ന് നോക്കിയിട്ട് തന്നെ ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പിൾസും ഒക്കെ ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ട് വരാം. ഓക്കെ, എന്താണ് പേഴ്സണൽ പോളിസി എന്നൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു.